നമസ്കാരം. കുട്ടികൾക്ക് വേണ്ടിയുള്ള ബിസ്ക്കറ്റ്സ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതുവരെ ഞാൻ ഈ ചാനലിലൂടെ 20-ലധികം ബിസ്ക്കറ്റ് റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. മൈദയും പഞ്ചസാരയും ചേർക്കാതെയാണ് ബിസ്ക്കറ്റ്സ് എല്ലാം ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നും അത്തരത്തിലുള്ള ഒരു ബിസ്ക്കറ്റ് റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. റാഗി ബട്ടർ കുക്കീസ്. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും വേണ്ട. അപ്പോൾ കുക്കീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ബേക്കിംഗ് അറിയണം എന്നൊന്നുമില്ല. ഓവനില്ലാതെയും കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം. ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള പല കുക്കീസും ഓവനില്ലാതെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി സമയം പോലെ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണുള്ളത്. നമുക്ക് അരിച്ചെടുക്കണം. അതുകൊണ്ടാണ് അലുമിനിയം ഫോയിലിലേക്ക് ചേർത്ത് കൊടുക്കണേ. 1/2 കപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റാഗിപ്പൊടി 1/2 കപ്പ്. ഇതിലേക്ക് ഇനി 1/4 കപ്പ് ജോവാർ പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. മണിച്ചോളത്തിൻ്റെ പൊടി. ഇത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ 3 ഫ്ലോറും കൂടി 4 പ്രാവശ്യം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്കുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടറാണ്. ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം ചേർക്കാനായിട്ട്. ഇപ്പോൾ 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിന് പകരം നിങ്ങൾക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്താലും മതി. ബട്ടർ ഞാനൊന്ന് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് വിസ്ക് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം. വിസ്ക് ഇല്ലെങ്കിൽ തടിത്തവിയോ ഫോർക്കോ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. നമ്മളിതിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കണം. പനങ്ങൽക്കണ്ടം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ 1/2 കപ്പ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ പൊടിച്ചെടുക്കാമെന്ന് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് കാണിച്ചിരുന്നു. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഷുഗർ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കരപ്പൊടിയോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഷുഗറാണോ യൂസ് ചെയ്യാറുള്ളത് അത് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ഷുഗറും ബട്ടറും കൂടിയിട്ട് മാക്സിമം സോഫ്റ്റാക്കി വന്നിട്ട് വേണം നമ്മളിതിലേക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഫ്ലോർ ഫുള്ള് മിക്സ് ചെയ്ത് ചേർത്ത് എടുക്കാം. ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ഡോ പോലെ ആക്കി എടുക്കാനായിട്ട് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ എടുക്കുന്ന പൊടികൾ അനുസരിച്ചായിരിക്കും പാല് ചേർക്കുന്നതിൻ്റെ അളവ്. അപ്പം ആദ്യം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നോക്കിയിട്ട് കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിത് ഡോ ആക്കി എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ പാലാണ് എനിക്ക് ആവശ്യം വന്നത്. അപ്പം നിങ്ങൾ ഓരോ ടേബിൾ സ്പൂണായിട്ട് ചേർത്ത് നോക്കുക. പൊടിയുടെ അനുസരിച്ചിരിക്കും ചേർക്കേണ്ട പാലിൻ്റെ അളവ്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ബട്ടറും ഷുഗറും കൂടി മിക്സ് ചെയ്യണ്ടല്ലോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ അധികം പാല് വേണ്ടി വരില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് കുഴച്ചൊന്നും മാവാക്കി എടുക്കണ്ട. ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഡോ ആക്കി എടുത്താൽ മതി. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമേ പരത്തി എടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ 1 മണിക്കൂർ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാൻ പോവാണ്. അതിനുശേഷം നമുക്കിതെടുത്ത് പരത്തി കുക്കീസ് ഉണ്ടാക്കാൻ നോക്കാം. നമ്മുടെ ഡോ ഞാൻ നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ നിങ്ങൾ കുറഞ്ഞതെങ്കിൽ 1 മണിക്കൂറെങ്കിലും വെക്കുക. എന്നാലേ ഇതുപോലെ നല്ല കട്ടിയായിട്ട് കിട്ടുള്ളൂ. 2 മണിക്കൂർ വെച്ചെടുത്ത കാരണം കുറച്ചൊന്ന് സ്റ്റിഫായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പരത്തിയെടുക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ ഇത് ബട്ടർ കുക്കീസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇത്രയധികം നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുന്നത്. ഇതിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ പറ്റുന്നത്ര തിന്നാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കി വരുമ്പോൾ നല്ല ഹാർഡായിട്ട് പോവും. അത്യാവശ്യം തിന്നായി വന്നിട്ടുണ്ട്. ഇനി ഇഷ്ടമുള്ള കുക്കി കട്ടർ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പകുതിയെ പരത്തിയിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ
കുക്കീസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മാവിൻ്റെ പകുതി മാത്രമാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഒരു പ്രാവശ്യം ബേക്ക് ചെയ്തെടുക്കാനുള്ളതുണ്ട്. അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് ഞാനിന്ന് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 170 ഡിഗ്രിയിൽ ആദ്യം 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം 170 ഡിഗ്രിയിൽ തന്നെ ഒരു 10 മുതൽ 15 മിനിറ്റാണ് എടുക്കുക ഈ ബിസ്ക്കറ്റ് ബേക്കായി വരാനായിട്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ബിസ്ക്കറ്റിൻ്റെ തിക്നെസ് അനുസരിച്ചിരിക്കും എടുക്കുന്ന സമയം. ഇതിപ്പോൾ അധികം തിക്നെസ് ഒന്നുമില്ല. അപ്പോൾ കൂടിപ്പോയ ഒരു 12 മിനിറ്റ്സ് എനിക്ക് എടുക്കുള്ളൂ ഇത് ബേക്ക് ആവാനായിട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ മുമ്പ് പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സ്റ്റൗ ടോപ്പിൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് നോക്കിയിട്ട് അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. കുക്കീസ് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ചൂടാറാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു വയർ റാക്കിൽ വെച്ചിരിക്കുന്നത്. ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഏത് കുക്കീസാണെങ്കിലും കഴിക്കാനായിട്ട് അല്ലെങ്കിൽ പൊട്ടിച്ച് നോക്കാനായിട്ട്, അല്ലെങ്കിൽ അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നമ്മളിത് സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സമയം എടുക്കും. അപ്പോൾ നമ്മുടെ കുക്കീസിൻ്റെ തിക്നെസ് അനുസരിച്ചിരിക്കും. എന്തായാലും ഒരു 20 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് ബേക്കായി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇനി ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം.